എല്ലാവർക്കും കുക്കു ത്രിനിയിലേക്ക് സ്വാഗതം. ഇന്ന് അടിപൊളി ഒരു പായസമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സൂചി ഗോതമ്പ് നുറുക്ക് പായസം. ഗോതമ്പും ശർക്കരയൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ താരതമ്യേന ഹെൽത്തി ആയിട്ടുള്ളൊരു പായസമാണ്. മധുരം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടമാകുന്നൊരു പായസം. അപ്പോൾ നമുക്ക് ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 1 കപ്പ് സൂചി ഗോതമ്പ് നുറുക്ക് വെച്ചിട്ടാണ് ഞാൻ ഈ പായസം തയ്യാറാക്കുന്നത്. സൂചി ഗോതമ്പ് നുറുക്കെടുത്ത് നന്നായിട്ട് 2-3 പ്രാവശ്യം കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ ഒന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നു. ഇപ്പം ഏകദേശം ഒരു 2 മണിക്കൂറോളമായി ഞാനിത് സോക്ക് ചെയ്ത് വെച്ചിട്ട് നന്നായിട്ട് തന്നെ അത് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് വെള്ളമൊക്കെ ഊറ്റി മാറ്റിയിട്ട് കുക്കറിലിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഈ സൂചി ഗോതമ്പ് നുറുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിൽ വേവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തേക്ക് നല്ലപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരു 3-4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് വേണം ഇത് വേവിച്ചെടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ വെന്ത് വരുമ്പോൾ ഇതാകെ കുഴഞ്ഞു പോകും. അപ്പം ഞാൻ ഇതിനകത്തേക്കൊരു 3 മുതൽ 3.5 കപ്പ് വരെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മൂടി വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ കേൾക്കുന്നിടം വരെ വേവിച്ചെടുക്കുക. ഈ 3 വിസിൽ എന്നുള്ളത് ഓരോ ബ്രാൻഡ് കുക്കറിനനുസരിച്ചിട്ട് ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാം കേട്ടോ. വെന്ത് കിട്ടണം, പക്ഷെ ഉടഞ്ഞു പോകരുത്. അതായിരിക്കണം നമ്മുടെ പാകം. ഇതിനകത്തേക്ക് ഒരു നുള്ള് 1-2 നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കുക്കർ അടുപ്പിൽ വെച്ച് 3 വിസിൽ കേട്ടപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തു. ആവിയൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് തുറക്കാം. ഇപ്പം നമ്മുടെ സൂചി ഗോതമ്പ് നുറുക്കൊക്കെ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. എന്നാൽ ഒരുപാടങ്ങ് വെന്തുടഞ്ഞു പോയിട്ടുമില്ല. ഈ ഒരു പാകമാണ് നമുക്ക് വേണ്ടുന്നത്. കാരണം നമ്മൾ ഇതിനി വീണ്ടും 3-ാം പാൽ, അതായത് തേങ്ങാപ്പാലിൻ്റെ 3-ാം പാലിലിട്ട് വേവിക്കാനുള്ളതാണ്. അപ്പോൾ വെന്തുടഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ പായസം അത്ര അങ്ങ് ശരിയാവില്ല. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ടുന്ന ഒരു പാകം. ഇനി ഇതുപോലെ ചുവട് കട്ടിയുള്ളൊരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക. അത്യാവശ്യം വലിയൊരു പാത്രം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് ഒന്ന് ഉരുകി വരുമ്പോഴത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന സൂചി ഗോതമ്പ് നുറുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് ആ നെയ്യിൽ ഒരു 2-3 മിനിറ്റ് ഒന്ന് വരട്ടിയെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നെയ്യൊക്കെ ഗോതമ്പ് നുറുക്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആകുന്ന പോലെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കൈ വിടാതെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കും. ഇപ്പം അതിനകത്ത് ആ എക്സ്ട്രാ ഉണ്ടായിരുന്ന വെള്ളം എല്ലാം പറ്റി ഗോതമ്പ് നുറുക്കൊക്കെ നെയ്യിൽ നന്നായിട്ട് വരണ്ട് കിട്ടിയിട്ടുണ്ട്. ഈ സമയമാകുമ്പം ഇതിനകത്തേക്ക് തേങ്ങാപ്പാലിൻ്റെ 3-ാം പാൽ ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ 3 കപ്പ് 3-ാം പാലാണ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. 3-ാം പാലെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അതായത് നമ്മൾ തേങ്ങ ചിരകിയതെടുത്തിട്ട് ആദ്യം പിഴിഞ്ഞെടുക്കുന്ന പാലിനെ നമ്മൾ തലപ്പാൽ, 1-ാം പാൽ അല്ലെങ്കിൽ തനിപ്പാൽ എന്നൊക്കെ പറയും. രണ്ടാമത് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് ഇട്ട് വീണ്ടും പിഴിഞ്ഞെടുക്കുന്ന പാലാണ് 2-ാം പാലെന്ന് പറയുന്നത്. 3-ാമത് വീണ്ടും കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുക്കുന്നതാണ് 3-ാം പാൽ. അപ്പം ഏറ്റവും കട്ടി കുറഞ്ഞ പാലായിരിക്കും ഈ 3-ാം പാലെന്ന് പറയുന്നത്. ആ 3-ാം പാലും കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ശ്രദ്ധിച്ചാലറിയാം നമ്മുടെ തേങ്ങാപ്പാലൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 350 ഗ്രാം ശർക്കര, ഒരു 1/4 കപ്പോളം വെള്ളം കൂടെ ചേർത്ത് ഉരുക്കിയിട്ട് അരിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണിത്. ഈ പായസം എന്ന് പറഞ്ഞാൽ ഒരുപാടങ്ങ് മധുരം ഉണ്ടാവില്ല, എന്നാൽ തീർത്തും മധുരം കുറവായിരിക്കില്ല. ഒരു മീഡിയം മധുരത്തിൽ നിൽക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ശർക്കര ചേർത്തിട്ട് വേണം പാനിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശർക്കര പാനി ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ ശർക്കര പാനിയിൽ കിടന്ന് ഇത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. ആ ശർക്കരയുടെ മധുരമെല്ലാം ഇതിനകത്തേക്ക് നന്നായിട്ട് പിടിച്ച് കുറച്ചൊന്ന് കുറുകി കിട്ടണം. അപ്പോൾ അതുവരെ ഇങ്ങനെ കൈ വിടാതെ തന്നെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക.
ഇപ്പോൾ കണ്ടോ, ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്കിനി തേങ്ങാപ്പാലിൻ്റെ 2ാം പാല് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഏകദേശം ഒരു 2-2.5 കപ്പ് 2ാം പാല് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ 3ാം പാല് ചേർത്തപ്പോൾ ചെയ്തതുപോലെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ട് ഒന്ന് കുറുക്കിയെടുക്കണം. പക്ഷെ ഒരുപാടങ്ങ് കുറുക്കേണ്ട ആവശ്യമില്ല, കുറച്ചൊന്ന് ലൂസായിട്ടിരിക്കുന്ന ഒരു പരുവമായിരിക്കണം. ഇപ്പം നമ്മുടെ പായസം കുറച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്നെങ്കിൽ ഏലക്ക പൊടിയായിട്ട് ചേർത്ത് കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഒരു 6-7 ഏലക്ക ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്താലും മതി. ഏലക്കയുടെ ഫ്ലേവറൊക്കെ നമ്മുടെ പായസത്തിലേക്ക് നന്നായിട്ടൊന്ന് വരാൻ വേണ്ടിയിട്ടാണ് ഈ സമയത്ത് തന്നെ ഞാൻ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങ് ഏലക്കയുടെ ആ ഒരു ടേസ്റ്റ് വരുന്നത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അവസാനം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതും പൊടിയായിട്ട് ചേർക്കണമെന്നില്ല, ചതച്ച് തന്നെ ചേർത്താൽ മതി. ഇപ്പം നോക്കിയാൽ അറിയാം നമ്മുടെ പായസം ഒരുവിധം കുറുകിയാണ് ഇരിക്കുന്നത് അല്ലേ. ഈ സമയത്ത് നമുക്ക് തലപ്പാൽ ചേർത്ത് കൊടുക്കണം. കാരണം ഇതിനേക്കാൾ കൂടുതൽ കുറുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് തണുക്കുമ്പോൾ വല്ലാതെ അങ്ങ് തിക്കായി പോകും. അപ്പോൾ ഈ ഒരു തിക്നെസ് മതി. ഇതിനകത്തേക്ക് നമുക്കിനി 1ാം പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് കട്ടി തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. ആ 1 കപ്പ് കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ച ഉടനെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. അപ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ തീ ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമുക്കിതിനകത്തേക്ക് ഒരല്പം ചുക്കിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ചുക്ക് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ചുക്കിൻ്റെ ടേസ്റ്റും അത്ര ഇഷ്ടമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും തന്നെ ചേർക്കണമെന്നില്ല, 1/4 ടീസ്പൂണോ അതിൻ്റെ താഴെയോ ചേർത്താലും മതി. ഈ ഏലക്കാപ്പൊടി, ചുക്കിൻ്റെ പൊടി, അതുപോലെ തന്നെ നെയ്യ്, ഇത് മൂന്നും നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ വരുത്താം കേട്ടോ. നെയ്യുടെ ടേസ്റ്റ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഏലക്കായും ചുക്കും ഒക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കാഷ്യൂനട്ടും കിസ്മിസും ഒക്കെ കുറച്ച് നെയ്യിലൊന്ന് ഫ്രൈ ചെയ്ത് ചേർക്കണം. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. നെയ്യൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് കശുവണ്ടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് നടുവേ ഒന്ന് മുറിച്ചിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. കശുവണ്ടി ഒരു പകുതി മൂപ്പായി വരുമ്പോഴത്തേക്കും ഇതിനകത്തേക്ക് കുറച്ച് കിസ്മിസും കൂടെ ചേർത്ത് കൊടുത്ത് അതും ഒന്ന് മൂപ്പിച്ചെടുക്കുക. കശുവണ്ടിക്കും കിസ്മിസിനും ഒന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ഇതുപോലെ തന്നെ നെയ്യിൽ വറുത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് നമുക്കിനി പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ തേങ്ങാക്കൊത്ത് വറുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് നെയ്യിൽ തേങ്ങാക്കൊത്ത് മാത്രമായിട്ട് വറുത്തെടുക്കുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ ഇവിടെ തേങ്ങാക്കൊത്ത് ചേർക്കുന്നില്ല. ഇപ്പോൾ കണ്ടോ, നമ്മൾ തീ ഓഫ് ചെയ്തതിനേക്കാളും കുറച്ചുകൂടെ നമ്മുടെ പായസം ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട് അല്ലേ. അപ്പം ഇരിക്കും തോറും ഇത് കുറച്ചുകൂടെ ഒന്ന് കുറുകി വരും. ചിലരൊക്കെ ഇതിനകത്തേക്ക് ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരല്പം ജീരകപ്പൊടിയും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ വിഷുവിന് മറക്കാതെ ഈ പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിലും കുറച്ചുകൂടെ എളുപ്പമായിട്ടുള്ളൊരു ക്യാരറ്റ് പായസത്തിൻ്റെ റെസിപ്പി ഞാൻ ഓണത്തിൻ്റെ സമയത്ത് അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ അതും കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. പിന്നെ സദ്യ സ്പെഷ്യലായിട്ട് കിച്ചടിയുടെയും പച്ചടിയുടെയും ഒക്കെ റെസിപ്പി ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കൂ. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പികളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം റെസിപ്പീസൊക്കെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. എല്ലാവരും വിഷുവൊക്കെ അടിച്ചു പൊളിക്കൂ. ബൈ ബൈ, ടേക്ക് കെയർ.